നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KP വത്സലൻ കൊലക്കേസ് പ്രതി അകലാട് സുലൈമാനെ വധിച്ച കേസ് CPM പ്രവർത്തകരെ വെറുതെ വിട്ടു. തൃശൂർ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത 33-കാരന് 90 വർഷം കഠിന തടവും 3 വർഷം വെറും തടവും 5,60,000 രൂപ പിഴയും ശിക്ഷ. മണത്തല ദ്വാരക ബീച്ച് മടത്തിൽപ്പറമ്പിൽ വീട്ടിൽ ഷംസുദ്ദീൻ മകൻ സിയാദിനെയാണ് ചാവക്കാട് അതിവേഗ കോടതി ശിക്ഷിച്ചത്. കുന്നംകുളം വൈശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട് ബസ് ബൈക്കിലിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. വട്ടംപാടം വടുതല സ്വദേശികളായ താണ്ടേങ്ങാട്ടിൽ വീട്ടിൽ 21 വയസ്സുള്ള ഇംതിയാസ്, ചാട്ടുകുളം വീട്ടിൽ 23 വയസ്സുള്ള ഫാസിൽ എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഞായറാഴ്ച രാത്രി 8 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ. ഗുരുവായൂർ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. ബ്രഹ്മകുളത്ത് കാട്ടുപന്നി വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. കൃഷിനാശമുണ്ടായത് മികച്ച ജൈവ കർഷകയായി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള KS ഷീജയുടെ കൃഷിയിടത്തിൽ. വിശദമായ വാർത്തയിലേക്ക്. KP വത്സലൻ കൊലക്കേസ് പ്രതി അകലാട് സുലൈമാനെ വധിച്ച കേസിൽ CPM പ്രവർത്തകരെ വെറുതെ വിട്ടു. അകലാട് സ്വദേശി പെരുമ്പുള്ളി സുലൈമാൻ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട 4 CPIM പ്രവർത്തകരെ തൃശൂർ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ട്. പുന്നയൂർ മൂന്നൈനി സ്വദേശികളായ മുഹമ്മദ് അലി ഷിഹാബ്, ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കുന്നത്ത് ഹംസു, നൈനാർ ഹനീഫ എന്നിവരെയാണ് കുറ്റമുക്തരാക്കിയത്. CPIM നേതാവും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായിരുന്ന KP വത്സലനെ കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിയായിരുന്നു സുലൈമാൻ. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്താണ് ചാവക്കാട് നഗരസഭാ ചെയർമാനായിരുന്ന KP വത്സൽ കൊല്ലപ്പെട്ടത്. കേസിലെ 1-ാം പ്രതിയായിരുന്ന സുലൈമാൻ കുട്ടി പിന്നീട് കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസിലെ പ്രതികളായിരുന്ന CPM പ്രവർത്തകരെയാണ് വെറുതെ വിട്ടത്. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത 33-കാരന് 90 വർഷം കഠിന തടവും 3 വർഷം വെറും തടവും 5,60,000 രൂപ പിഴയും ശിക്ഷ. ചാവക്കാട് അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. മണത്തല ദ്വാരക ബീച്ച് മടത്തിൽപ്പറമ്പിൽ വീട്ടിൽ ഷംസുദ്ദീൻ മകൻ സിയാദിനെയാണ് ചാവക്കാട് പോക്സോ കോടതി ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 32 മാസം കൂടി തടവു ശിക്ഷ അനുഭവിക്കണമെന്ന് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് അന്യാസ് തയ്യിൽ വിധിന്യായത്തിൽ വ്യക്തമാക്കി. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചു. 2017 ഡിസംബറിലായിരുന്നു സംഭവം. പ്രോസിക്യൂഷൻ 15 സാക്ഷികളെ വിസ്തരിക്കുകയും 14 രേഖകൾ തെളിവായി നൽകുകയും ചെയ്തു. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടറായിരുന്ന KG സുരേഷ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും അന്നത്തെ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന PA ശിവദാസൻ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. കടവല്ലൂർ കൊരട്ടിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണശ്രമം. കുന്നംകുളം ബോയ്സ് സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ KA ശശിധരൻ മാസ്റ്ററുടെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ശനിയാഴ്ച പുലർച്ചെ 3:30 വീടിന് മുന്നിലെത്തിയ കള്ളൻ 1.5 മണിക്കൂറോളം വീട് പൂട്ടിയ പൂട്ട് പൊളിക്കാൻ ശ്രമം നടത്തി. വീടിന് സമീപത്ത് സൂക്ഷിച്ച തേങ്ങ പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഏറെ നേരം പൂട്ട് പൊളിക്കാൻ ശ്രമം നടത്തിയത്. തുടർന്ന് സമീപത്തെ വീട്ടിലെ വാതിൽ തള്ളി തുറക്കാനും മോഷ്ടാവ് ശ്രമം നടത്തി. മോഷണശ്രമം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് പ്രാഥമിക നിഗമനം. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ബ്രഹ്മകുളം പാലാ ബസാർ മേഖലയിൽ കാട്ടുപന്നികളിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. മികച്ച ജൈവ കർഷകയായി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള KS ഷീജയുടെ കൃഷിയിടത്തിൽ വ്യാപക നാശമാണ് സംഭവിച്ചത്. കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ 8-ാം വാർഡിൽ ഓർഗാനിക് ഫാം നടത്തുന്ന ഷീജ എന്ന ജൈവ കർഷക. ഈ രംഗത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് കൃഷിയിൽ മാതൃകാ പ്രവർത്തനം കാഴ്ചവെച്ച് ഇവർ മുന്നേറുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി കാട്ടുപന്നികളാണ്. കഴിഞ്ഞ മാസം 150ഓളം കാബേജുകളാണ് ഇവ നശിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും പന്നി ആക്രമണമുണ്ടായി. കാബേജിനു പുറമെ വെണ്ട, വഴുതന എന്നിവയെല്ലാം നശിച്ചു. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഷീജ അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി, ചെയർമാൻ എന്നിവർക്കെല്ലാം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെയും നടപടികളുണ്ടായിട്ടില്ല. ഏറെക്കാലത്തെ അധ്വാനമാണ് നിമിഷാർദ്ധ നേരം കൊണ്ട് പന്നിക്കൂട്ടം ഇല്ലാതാക്കുന്നത്.
ഇതിൽ വല്ലാത്ത മാനസിക പ്രയാസമുണ്ടെന്ന് ഇവർ പറഞ്ഞു. നഗരസഭയിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പരാതി കൊടുത്തു. സെക്രട്ടറിനെ കാണുമ്പോൾ പറയുന്നുണ്ട്, ചെയർമാനെ കാണുമ്പോൾ പറയുന്നുണ്ട്. അവരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല. അവരൊക്കെ മാക്സിമം ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ക്രോപ്പ് ഞാൻ ശീതകാല പച്ചക്കറി 150 കാബേജ് നട്ടു. അത് പിറ്റുന്ന തന്നെ കുത്തിമറിച്ച് മുഴുവനും കളഞ്ഞായിരുന്നു. ഇനിയിപ്പോ രണ്ടാം വട്ടം നട്ട് ഇപ്പൊ കാബേജ് എല്ലാം കൂടി വന്നൊരു സമയത്താണ് ഇപ്പൊ വീണ്ടും അറ്റാക്ക് നടന്നിരിക്കുന്നത്. ഇത്രയും ഒരു രീതിയിൽ എത്തിയിട്ട് അവസാന നിമിഷത്തിൽ അത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകർക്ക് മാത്രമേ അതിന്റെ വേദന അറിയാൻ കഴിയുള്ളൂ. സമീപത്തെ എളവള്ളി പഞ്ചായത്തിൽ പന്നിശല്യം ഇല്ലാതാക്കാൻ ഭരണസമിതി കാര്യക്ഷമവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇവിടെയും ബന്ധപ്പെട്ട അധികൃതർ സമാനമായ രീതിയിൽ പരാതിക്ക് പരിഹാരമുണ്ടാക്കണമെന്നും ഷീജ ആവശ്യപ്പെട്ടു. അതുപോലെ ഇപ്പൊ എളവള്ളി പഞ്ചായത്ത് അവിടെയൊക്കെ മറ്റേ ജിയോ ഫോക്സ് സാറ് അവർക്ക് വേണ്ട രീതിയിൽ എളവള്ളി പഞ്ചായത്തിലൊക്കെ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി കിട്ടുകയും പന്നികളെ കണ്ട് വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗുരുവായൂർ നഗരസഭയിൽ ഒത്തിരി എനിക്കെന്നല്ല ഒത്തിരി പേർക്ക് ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പരാതി പറയുന്നുണ്ട്. പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ജൈവ പച്ചക്കറികൾ ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും വിപണനം ചെയ്യുന്ന ഷീജ നാടൻമുട്ട ഉൾപ്പെടെയുള്ളവയും ഇടനിലക്കാരില്ലാതെ മികച്ച ഗുണമേന്മയിൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഷീ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ കർഷകർക്കും ഈ രംഗത്ത് താൽപ്പര്യമുള്ളവർക്കുമായി വിവിധ ഇനം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ നേടിയ അംഗീകാരങ്ങളും നിരവധിയാണ്. തനിക്കും മേഖലയിലെ മറ്റു കർഷകരെയും ദുരിതത്തിലാക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തണമെന്നാണ് ഈ വനിതാ കർഷകയുടെ അഭ്യർത്ഥന. മലയാളികളുടെ അഭിമാനമായ തൃശൂർ പൂരം നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ 5 കോടി രൂപയുടെ ഗ്രാന്റ് നൽകണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി കിഷൻ റെഡ്ഡിക്കും കത്ത് നൽകി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പൂരവും പൂരനഗരിയും ഉൾപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്നതും ആഘോഷങ്ങൾ കൊണ്ടും ബഹുജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയവുമാണെന്ന് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന തൃശൂർ പൂരം ദേശത്തിന്റെ മഹത്തായ പൈതൃക സമ്പത്തായി സംരക്ഷിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ പ്രത്യേക ശ്രദ്ധ നേടിയ തൃശൂർ പൂരം നടത്തിപ്പിനായി കേന്ദ്ര സർക്കാർ 5 കോടിയുടെ സാമ്പത്തിക സഹായം നൽകണമെന്ന് MP ആവശ്യപ്പെട്ടു. പൂരം നടക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെയും പൂരനഗരിയായ തേക്കിൻകാട് മൈതാനത്തിന്റെയും സംരക്ഷണത്തിനും വികസനത്തിനും 50 കോടി രൂപയുടെ പ്രപ്പോസൽ നേരത്തെ TN പ്രതാപൻ MP കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നൽകിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ഇതര ക്ഷേത്രങ്ങൾക്ക് നൽകി വരാറുള്ള ധനസഹായത്തിന്റെ ആദ്യഘട്ട വിതരണം നടത്തി. തെക്കൻ മേഖലയിലെ 6 ജില്ലകളിലെ തെരഞ്ഞെടുത്ത 252 ക്ഷേത്രങ്ങൾക്ക് 1,40,40,000 രൂപ ധനസഹായമാണ് നൽകിയത്. കോട്ടയം രാമപുരം പള്ളിയാമ്പുറം മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ധനസഹായ വിതരണ ചടങ്ങ് മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. ജോസ് കെ മാണി MP ധനസഹായം വിതരണം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി. 5 കോടി രൂപയുടെ ധനസഹായമാണ് സംസ്ഥാനത്തെ ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് ജീർണോദ്ധാരണത്തിനായും വേദപാഠശാലകളുടെ പരിപാലനത്തിനുമായി ദേവസ്വം ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ 2 ഇടത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ജെറുസലേം പഴഞ്ഞി റോഡരികിലും പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപവുമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ജെറുസലേം പഴഞ്ഞി റോഡിൽ പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം റോഡരികിലൂടെ ഒഴുകുന്നുണ്ട്. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം മുൻപ് പൈപ്പ് പൊട്ടിയത് അറ്റകുറ്റപ്പണിക്കായി കുഴിയെടുത്തിരുന്നു. എന്നാൽ പണി പൂർത്തിയാകാത്തതിനാൽ ഇവിടെയും വെള്ളം പാഴാകുകയാണ്. പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്തി ശുദ്ധജലം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം വൈശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട ബസ് ബൈക്കിലിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. വട്ടമ്പാടം വടുതല സ്വദേശികളായ തൊണ്ടേങ്കാട്ടിൽ വീട്ടിൽ 21 വയസ്സുള്ള ഇംതിയാസ്, ചാട്ടുകുളം വീട്ടിൽ 23 വയസ്സുള്ള ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. വടുതല ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ കീഴൂർ ഭാഗത്തു നിന്നും ഇറക്കമിറങ്ങി വരികയായിരുന്ന എടപ്പാൾ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദേവിക ബസ് ഇടിക്കുകയായിരുന്നു. ബസ് കുന്നംകുളം ചെറുവത്താണി റോഡിലേക്ക് അശ്രദ്ധമായി തിരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാലിനുൾപ്പെടെ പരിക്കേറ്റ ഇരുവരെയും ആദ്യം കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും പിന്നീട് മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു. ബസിന്റെ മുൻവശത്ത് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ ഇടവക ദിനവും ഭക്തസംഘടനകളുടെ വാർഷികവും നടന്നു.
വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായുള്ള ദിവ്യബലിയെ തുടർന്ന് ഇടവക ദിനത്തിനോടനുബന്ധിച്ച് ചേർന്ന പൊതുസമ്മേളനം അതിരൂപത കുടുംബ കൂട്ടായ്മ കൺവീനർ ഷിൻഡോ മാത്യു ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഷാജു ഊക്കൻ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ജൂനിയർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി ഇടവക റിപ്പോർട്ടും ഏകോപന സമിതി സെക്രട്ടറി സി ജോസഫ് ഭക്തസംഘടനകളുടെ റിപ്പോർട്ടും അവതരിപ്പിച്ചു. മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, കേന്ദ്രസമിതി കൺവീനർ ജെ ജോഫി, ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ കാക്കശ്ശേരി, കൈക്കാരൻ എ വർഗീസ്, ജനറൽ കൺവീനർ സജീവ് തരകൻ, പ്രോഗ്രാം കൺവീനർ ടി ജെയിംസ് എന്നിവർ സംസാരിച്ചു. പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ജെറോം ആളൂക്കാരൻ, സിസ്റ്റർ ആൻസ് മരിയ, ഫാദർ ചാക്കോ, സിസ്റ്റർ ആൻസിറ്റ റോസ് തലക്കോട്ടൂർ എന്നിവരെയും വിവാഹ ജീവിതത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെയും 50 വർഷം പൂർത്തീകരിച്ച 3 ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹവിരുന്നോടെ ഇടവക ദിനാഘോഷത്തിന് സമാപനമായി. CCTV ന്യൂസ് കേച്ചേരി. ഞായറാഴ്ച രാത്രി 8 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 6 മണിവരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണി മുടക്കുന്നതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ മാർച്ച് മുതൽ രാത്രി 10 മണിവരെ മാത്രമേ പമ്പുകൾ പ്രവർത്തിക്കൂ. ആശുപത്രികളിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് ജീവനക്കാരെ സംരക്ഷിക്കാനായി സർക്കാർ നിയമനിർമ്മാണം നടത്തിയതുപോലെ പമ്പുകളെ സംരക്ഷിക്കാനും നിയമനിർമ്മാണം നടത്തണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പമ്പുകളിൽ ഗുണ്ട ആക്രമണവും മോഷണവും പതിവാണെന്ന് സംഘടന പറയുന്നു. ഡിസംബർ 31-ന് സംസ്ഥാന വ്യാപകമായി സ്വകാര്യ പെട്രോൾ പമ്പുകൾ അടച്ച് സൂചനാ സമരം പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള 14 യാത്രാ ഫ്യൂവൽസ് ഔട്ട്ലെറ്റുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. KPCCയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പുന്നയൂർ അകലാട് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടത്തി. പ്രവാസി കെയർ ഭാരവാഹികളായ MH ജമാൽ, ആലത്തയിൽ മൊയ്തുണ്ണിക്കുട്ടി എന്നിവർ ചേർന്ന് താക്കോൽദാനം നിർവഹിച്ചു. പ്രവാസി വ്യവസായിയും പ്രവാസി കെയർ ഭാരവാഹിയുമായ ആലത്തയിൽ മൊയ്തുണ്ണിക്കുട്ടിയാണ് മൊയ്തീൻപള്ളി ബീച്ച് റോഡിൽ വീട് നിർമ്മിച്ചു നൽകിയത്. പരിപാടിയിൽ DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, കോൺഗ്രസ് പുന്നയൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മുനാഷ്, പുന്നയൂർക്കുളം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് മൂസ ആലത്തയിൽ, വടക്കേക്കാട് ബ്ലോക്ക് സെക്രട്ടറി PK ഹസൻ, ബൂത്ത് പ്രസിഡന്റ് ഹരീഷ്, ജലീൽ വലിയകത്ത്, പ്രവാസി കെയർ നേതാക്കളായ ഷർഫു, നാസർ, ഫൈസൽ തഹാനി, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷർബനുസ് തുടങ്ങിയവർ സംബന്ധിച്ചു. മുസാബക്ക ഇസ്ലാമിക സാഹിത്യ മത്സരത്തിൽ മികച്ച വിജയം കൈവരിച്ച ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ മുസാബക ഇസ്ലാമിക് കലാസാഹിത്യ മത്സരത്തിൽ ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥി സീനിയർ മധ് ഗാന മത്സരത്തിൽ 1-ാം സ്ഥാനം അൽഹാൻ കോട്ടത്തയിലും, ബുർദ മത്സരത്തിൽ 1-ാം സ്ഥാനം ഉസ്താദ് ഇസ്മയിൽ സുഹരിയും നേടിയിരുന്നു. ഇവരെയും മേഖലാ മത്സരത്തിൽ ജൂനിയർ മാപ്പിളപ്പാട്ടിൽ 2-ാം സ്ഥാനം നേടിയ അബ്ദുള്ള വലിയകത്തിനുമാണ് ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഉപഹാരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും റിട്ടയേർഡ് ICA കോളേജ് വൈസ് പ്രിൻസിപ്പാളുമായിരുന്ന ഡോക്ടർ IP അബ്ദുൾ റസാഖ് പ്രതിഭകൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മഹല്ല് പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ഇസ്മയിൽ സുഹരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹല്ല് സെക്രട്ടറി TK ഹസൻ, മഹൽ അസിസ്റ്റന്റ് ഖത്തീബ് ലുക്മാൻ ഹക്കീം ബാഖവി തുടങ്ങിയവർ സംസാരിച്ചു. മഹല്ല് കമ്മിറ്റി മെമ്പർമാരായ K കുഞ്ഞുമുഹമ്മദ്, P അബ്ദുൾ റസാഖ്, K ജമാൽ, ഉസ്താദുമാരായ സമദ്, ഫൈസൽ, സെയ്ദു മുഹമ്മദ്, വിദ്യാർത്ഥികളും പങ്കെടുത്തു. ചമ്മന്നൂർ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. CCTV ന്യൂസ് പുന്നയൂർക്കുളം. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് നിർമ്മിച്ച വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ജനുവരി 5-ന് നടക്കും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വൈകിട്ട് 5:30-ന് MLA AC മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയെയും ജനറൽ കൺവീനറായി വാർഡംഗം ബബിത ഫിലോയെയും തെരഞ്ഞെടുത്തു. ടൂർണമെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസിനെയും കൺവീനറായി EA മൊയ്തുട്ടിയെയും തെരഞ്ഞെടുത്തു. PTA ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. 101 അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു. ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിന് കൊടിയേറി. സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254-ാം കമ്പിടി തിരുനാളിനാണ് കൊടിയേറിയത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് ശേഷം വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കൃഷി വകുപ്പിന്റെ അമ്പും കലാപരിപാടികളും നടന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ
വിവൻസി എജെ മുഖ്യാതിഥിയായി. കൊടിയേറ്റത്തിനു ശേഷം ചിലമ്പൊലി നൃത്തവിദ്യാലയത്തിന്റെ ചൈതന്യ കേരളം എന്ന നൃത്തശില്പം അരങ്ങേറി. ശനിയാഴ്ച പോലീസ് വകുപ്പിന്റെ അമ്പും തുടർന്ന് YMCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന CJ വാട്ടർ ഡ്രം ഫയർഗൺ ഫ്യൂഷൻ കലാപരിപാടിയുടെ അവതരണവും നടക്കും. തിരുനാളിന് മുന്നോടിയായുള്ള നവനാളിനും തുടക്കം കുറിച്ചു. തിരുനാളിന്റെ ആഘോഷങ്ങൾക്കൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ വർഷത്തെ തിരുനാളിന്റെ പ്രത്യേകത. ജനുവരി 4 മുതൽ 8 വരെയാണ് പ്രസിദ്ധമായ ചിറ്റാറ്റുകര കമ്പിടി തിരുനാൾ ആഘോഷിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പെൺകുട്ടികളുടെ ഹൈജംപ് മത്സരത്തിൽ പന്നിതടം എയാൾ സ്വദേശിനി KH സാലിഹയ്ക്ക് സ്വർണം. കുണ്ടുപറമ്പിൽ ഹമീദ് റജുല ദമ്പതികളുടെ മകളായ സ്വാലിഹ തൃശൂർ വിമല കോളേജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ്. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും പരിവാർ പഞ്ചായത്ത് യൂണിറ്റിന്റെയും അക്കിക്കാവ് PSM ഡെന്റൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഡെന്റൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ വിജിനി ഗോപി, CD സൈമൺ, വേലൂർ സഹകരണ ബാങ്ക് സെക്രട്ടറി MD ജോസഫ്, സണ്ണി പുലിക്കോട്ടിൽ, സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കേങ്കിൽ എന്നിവർ സംസാരിച്ചു. അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷുഹൈബ് വിഷയാവതരണം നടത്തി. പരിവാർ വേലൂർ യൂണിറ്റ് പ്രസിഡന്റും സ്റ്റേറ്റ് ഡയറക്ടറുമായ ഫ്രാൻസിസ് PD സ്വാഗതവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് AJ ജോസ് നന്ദിയും പറഞ്ഞു. സാമൂഹിക, സാംസ്കാരിക, കലാകായിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ ഗ്രാൻഡ്മ ഒരുമനയൂരിന്റെ നേതൃത്വത്തിൽ ന്യൂ ഇയർ ഫെസ്റ്റ് 2024 നാളെ കൂട്ടുങ്ങൽ ചത്തുരത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രസീത ചാലക്കുടി നയിക്കുന്ന തൃശൂർ പതി ഫോക്ക് ബാൻഡിന്റെ മ്യൂസിക് ഫ്യൂഷൻ എന്നിവ ഉണ്ടാകും. ഡിസംബർ 31 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയാകും. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് രാത്രി 7 മണിയോടെ കലാപരിപാടികൾ ആരംഭിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ മുസ്തഫ കണ്ണാട്ട്, കൺവീനർ PP അബൂബക്കർ, ഗ്രാൻഡ്മ രക്ഷാധികാരി PM നാസർ, പ്രസിഡന്റ് PM യഹിയ, ട്രഷറർ VP ഷിഹാസ്, ജോയിന്റ് കൺവീനർ AV മുസ്തഫ, KA നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സദസ്സ് നടത്തി. കടങ്ങോട് റോഡ് സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് UDF നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ അമ്പലപ്പാട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് NK കബീർ അധ്യക്ഷനായി. കോൺഗ്രസ് കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ PS സുനീഷ്, സെഫീന അസീസ്, KR രാധിക, അജു നെല്ലുവായ്, ചന്ദ്രപ്രകാശ് ഇടമന, K ഗോവിന്ദൻകുട്ടി, MC ഐജു, CG ജോൺ, PM യൂസഫ്, നജീബ് കൊമ്പത്തേയിൽ, TN നമ്പീശൻ, സുന്ദരൻ ചിറ്റണ്ട, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സധൈര്യം എന്ന പേരിൽ പെരുമ്പിലാവ് സെന്ററിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു. പ്രവർത്തകർ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി മുഖ്യാതിഥിയായി. സംഘടന കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേംരാജ്, വൈസ് പ്രസിഡന്റ് സരിത ഹരിദാസ്, ബ്ലോക്ക് ഭാരവാഹികളായ മല്ലിക ശങ്കരൻകുട്ടി, മണ്ഡലം പ്രസിഡന്റ് രേഷ്മ രാജൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ ലീല, സുഹറ, വിജയ, സരസ്വതി, ലീന, ദമയന്തി, ലൈല, സുലോചന എന്നിവർ നേതൃത്വം നൽകി. അകലാട് ബദർപള്ളി V1 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മണത്തല വെൽനസ് നാച്ചുറൽ ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് സെന്ററും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും ആദരവും ഒരുക്കി. ബദർപള്ളി അൽ ഹദീർ ഇസ്ലാമിക് സെന്റർ പരിസരത്ത് നടത്തിയ ചടങ്ങ് വടക്കേക്കാട് SI KA യൂസഫ് ഉദ്ഘാടനം ചെയ്തു. V1 ബദർപള്ളി പ്രസിഡന്റ് KA അനസ് അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് മെമ്പർമാരായ സുബൈദ പുളിക്കൽ, TV മുജീബ് റഹ്മാൻ, V1 GCC അംഗം ഷാഫി കുളിയാട്ട്, രക്ഷാധികാരി സലിം കുന്നമ്പത്ത്, ഫൈസൽ മുനൈനി തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകരായ സാജൻ കേച്ചേരി, അബൂബക്കർ അൽ ഹദിർ, ആലത്തയിൽ മൊയ്തുണ്ണി തുടങ്ങി വ്യക്തികളെയും സഫലം മാനവ സംരക്ഷണ സമിതി സംഘടനയും അനുമോദിച്ചു. തുടർന്ന് നാച്ചുറോപ്പതി ഡോക്ടർ മുനീറ, ഡോക്ടർ ഐശ്വര്യ, ഹോമിയോ വിഭാഗം ഡോക്ടർ അഫ്ന, കൗൺസിലർ ജമാലുദ്ദീൻ, അക്യുപങ്ചർ വിഭാഗത്തിലെ ഷാഹിദ് മുഹമ്മദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി.
പുന്നയൂർ അകലാട് കാട്ടിലെപ്പള്ളി ശൈഖ് ബഹാവുദ്ദീൻ കുഞ്ഞിത്തങ്ങൾ അവർകളുടെ മക്കാം ഉറൂസിന്റെ പ്രധാന നേർച്ചയായ ചക്കരക്കഞ്ഞി വിതരണം നടന്നു. ഡിസംബർ 20 മുതൽ 31 വരെയാണ് വിവിധ പരിപാടികളോടുകൂടി മക്കാം ഉറൂസ് നടത്തുന്നത്. 20 കാലത്ത് മൗലിദ് പാരായണത്തിന് ശേഷം കാട്ടിലപ്പള്ളി ഖത്തീബ് KP മുഹമ്മദ് മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു. 21 മുതൽ ഖുർആൻ പാരായണവും 27 മുതൽ പ്രഭാഷണവും ഉണ്ടായി. 27-ന് തൊടുപുഴ ഹാഫിസ് അൻവർ മന്നാനി, 28-ന് ഷമീർ ദാരിമി കൊല്ലം, 29-ന് മുസ്തഫ ബാഖവി തെന്നല എന്നിവരുടെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. 29-ന് വെള്ളിയാഴ്ച മഗ്രിബ് നമസ്കാരാനന്തരം ദിക്ർ മജ്ലിസും ഉണ്ടായി. ശനിയാഴ്ച രാവിലെ 10 മണി മുതലായിരുന്നു ചക്കരക്കഞ്ഞി വിതരണം നടത്തിയത്. മുഹമ്മദ് അലി മുസ്ലിയാർ ചക്കരക്കഞ്ഞി വിതരണ ഉദ്ഘാടനം നടത്തി. തുടർന്ന് നടത്തിയ ദുവാ സമ്മേളനത്തിന് സയ്യിദ് മൂസിൻ അലവിക്കോയ തങ്ങൾ കുഞ്ചിലം നേതൃത്വം നൽകി. സമദ് സഖാഫി മായനാട് പ്രഭാഷണം നടത്തി. 31-ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും. പരിപാടികൾക്ക് പ്രസിഡന്റ് KV അബ്ദുൽ കരീം, സെക്രട്ടറി AV ജാബിർ, ട്രഷറർ KV സുലൈമാൻ, മറ്റു ഭാരവാഹികളായ കമറുദ്ദീൻ, അബ്ദുൾ റഹ്മാൻ കുട്ടി, MH മുഹമ്മദ് കുട്ടി, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകും. പുന്നയൂർകുളം പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഭിന്നശേഷി കലോത്സവവും മൈലാഞ്ചിടൽ മത്സരവും ആദരിക്കൽ ചടങ്ങും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അവാർഡ് ജേതാവ് അബ്ദുൾ ഹാദിയെയും ICDS ഇംപ്ലിമെന്റ് ഓഫീസർ സിന്ധുവിനെയും ആദരിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനയും അവയുടെ പ്രദർശനവുമുണ്ടായി. മൈലാഞ്ചിടൽ മത്സരത്തിൽ 25ഓളം പേർ പങ്കെടുത്തു. 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് പ്രൈസ് സമ്മാനിച്ചു. അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, വാർഡ് മെമ്പർ KH ആബിദ് എന്നിവർ സംസാരിച്ചു. മൈലാഞ്ചിടൽ മത്സരത്തിൽ AV ഷമീന വിധി നിർണയം നടത്തി. ചേഞ്ച് ഓഫ് വോയിസ് അണ്ടത്തോട്, സുർമി വയനാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഉണ്ടായി. ഏതു വലിയ തെങ്ങും ഇനി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ കയറാം. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ NSS യൂണിറ്റിന്റെ ക്യാമ്പിലാണ് വിദ്യാർത്ഥികൾ തെങ്ങ് കയറാൻ പഠിച്ചത്. നാട്ടുകാരനായ രാജു പുല്ലാക്കലാണ് തെങ്ങ് കയറാൻ പരിശീലനം നൽകിയത്. പ്രിൻസിപ്പാൾ ജനീർലാൽ, പ്രോഗ്രാം ഓഫീസർ AP ഫാത്തിമ, PTA പ്രസിഡന്റ് PM അലി, പഞ്ചായത്ത് അംഗങ്ങളായ KT ഷാജൻ, ബബിത ഫിലോ, PTA അംഗം സാബു ഐനൂർ എന്നിവർ നേതൃത്വം നൽകി. വട്ടനാട് GVHS 2 ദിവസമായി നടന്നു വന്നിരുന്ന തൃത്താല ഉപജില്ല ലിറ്റിൽ കൈറ്റ്സ് ദ്വിദിന ക്യാമ്പ് സമാപിച്ചു. സബ് ജില്ലയിലെ 11 സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 86 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ 2D, 3D ആനിമേഷൻ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം നൽകി. ആനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകഥകളെ അടിസ്ഥാനമാക്കി വിവിധ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയപ്പോൾ പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നീ മേഖലകളിൽ ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് തരുന്ന ഉപകരണം, മുഖം തിരിച്ചറിഞ്ഞ് തുറക്കുന്ന വാതിൽ തുടങ്ങി പ്രവർത്തനങ്ങൾ തയ്യാറാക്കി. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് മൊഡ്യൂൾ പരിശീലിപ്പിക്കുന്നത്. LK മാസ്റ്റർ ട്രെയിനർമാരായ രാജീവ്, അനൂപ് LK, അധ്യാപകരായ നജീബ്, ഷമീർ, സന്തോഷ്, ഷാജഹാൻ, മുനീർ, ഷംസുദ്ദീൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ജില്ലയിലേക്കും അതിൽ നിന്നും സംസ്ഥാന തലത്തിലേക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. SFI പഴഞ്ഞി ലോക്കൽ സമ്മേളനം നടത്തി. പട്ടിത്തടം സ്വാഗത് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ AB ബിജേഷ് നഗറിൽ നടന്ന ലോക്കൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം SFI സംസ്ഥാന കമ്മിറ്റി അംഗം MM മേഘന നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് ഹരിനാഥ് അധ്യക്ഷത വഹിച്ചു. SFI നേതാക്കളായ അഭിനന്ദ്, മാളവിക, ശ്രീലക്ഷ്മി, ശ്യാംജിത്ത്, അക്ഷയ് എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ബാബു പുലിക്കോട്ടിൽ സ്വാഗതവും നിസാം നന്ദിയും പറഞ്ഞു. പുതിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായി അപർണയെ പ്രസിഡന്റും നിസാമിനെ സെക്രട്ടറിയുമായി യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. പഞ്ചായത്ത് അംബേദ്കർ ഹാളിൽ നടന്ന യോഗം വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് AV സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി VA ഗീത പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുലേഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ K ബാബു നാസർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കല്ലുംപുറം ചരിത്ര നഗറിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ പദ്ധതി അവലോകനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK വിശ്വംഭരൻ, മുഹമ്മദ് ഷാഫി,
വാർഡ് മെമ്പർ MK രാജേഷ്, മോഹനൻ വെട്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ ഓണത്തിന് കായ വറുത്തതും ശർക്കര ഉപ്പേരിയും ഉണ്ടാക്കി വിൽപ്പന നടത്തി ലഭിച്ച 60,000 രൂപ സ്കൂളിലെ 6 സഹപാഠികൾക്ക് ചികിത്സാ സഹായമായി നൽകി. മാർത്തോമ സ്കൂളിൽ നടക്കുന്ന സ്മിതം സപ്തദിന ക്യാമ്പിൽ വെച്ച് VHSC വിഭാഗം മേധാവി ജനീർലാൽ, PTA പ്രസിഡന്റ് അലി കോട്ടോലിന് തുക കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ ടീച്ചർ, NSS വാളണ്ടിയർ ലീഡർ മുഹമ്മദ് ഇർഫാൻ, ന്യൂറ AS അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,830 രൂപ, പവന് 46,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം കുന്നംകുളം കാണിപ്പയ്യൂർ പരേതനായ കൊച്ചു ഭാര്യ സീമന്തിനി നിര്യാതയായി 76 വയസ്സായിരുന്നു. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് സീനിയർ സൂപ്രണ്ടാണ് പരേത. സംസ്കാരം നടത്തി. ശിവദാസ്, ദേവദാസ്, മോഹൻദാസ് എന്നിവർ മക്കളാണ്. പഴഞ്ഞി അയനൂർ പടിഞ്ഞാറേപ്പുരയ്ക്കൽ മോഹനൻ ഭാര്യ നാരായണി നിര്യാതയായി 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുനീർകുളം പരൂർ വാക്കത്തി റോഡ് പരേതനായ തറയിൽ കറപ്പുവിന്റെ മകൻ സുനിൽ നിര്യാതനായി 46 വയസ്സായിരുന്നു. ബിൽഡിംഗ് കോൺട്രാക്ടറായിരുന്നു പരേതൻ. സംസ്കാരം നടത്തി. ദിവ്യ ഭാര്യയും അനാമിക, അവന്തിക, അമേക എന്നിവർ മക്കളുമാണ്. ഇയാൽ പരേതനായ എടക്കളത്തൂർ കൊച്ചുവർക്കി മകൻ ജോർജ് നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് ഇയാൽ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടക്കും. രേഖ, രാഖി, രഞ്ജിത്ത് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KP വത്സലൻ കൊലക്കേസ് പ്രതി അകലാട് സുലൈമാനെ വധിച്ച കേസ് CPM പ്രവർത്തകരെ വെറുതെ വിട്ടു. തൃശൂർ ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത 33-കാരന് 90 വർഷം കഠിന തടവും 3 വർഷം വെറും തടവും 5,60,000 രൂപ പിഴയും ശിക്ഷ. മണത്തല ദ്വാരക ബീച്ച് മടത്തിൽ പറമ്പിൽ വീട്ടിൽ ഷംസുദ്ദീൻ മകൻ സിയാദിനെയാണ് ചാവക്കാട് അതിവേഗ കോടതി ശിക്ഷിച്ചത്. കുന്നംകുളം വൈശ്ശേരി സെന്ററിൽ നിയന്ത്രണം വിട്ട് ബസ് ബൈക്കിലിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. വട്ടംപാടം വടുതല സ്വദേശികളായ താണ്ടേങ്ങാട്ടിൽ വീട്ടിൽ 21 വയസ്സുള്ള ഇംതിയാസ്, ചാട്ടുകുളം വീട്ടിൽ 23 വയസ്സുള്ള ഫാസിൽ എന്നിവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ഞായറാഴ്ച രാത്രി 8 മണി മുതൽ ജനുവരി 1 പുലർച്ചെ 6 വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും. പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ഭാരവാഹികൾ. ഗുരുവായൂർ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്നു. ബ്രഹ്മകുളത്ത് കാട്ടുപന്നി വ്യാപകമായി പച്ചക്കറി തൈകൾ നശിപ്പിച്ചു. കൃഷിനാശമുണ്ടായത് മികച്ച ജൈവ കർഷകയായി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള KS ഷീജയുടെ കൃഷിയിടത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www